പക്ഷേ കേരളത്തിലെ ആരോഗ്യ മേഖല വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കിടയിൽ പെട്ടു നിൽക്കുമ്പോൾ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. ദുബായ് വഴിയാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. അതിനായി 77 ലക്ഷം രൂപ അദ്ദേഹം കൈപ്പറ്റി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് ഈ ഒരു യാത്രയ്ക്ക് മാത്രമായിട്ടായിരിക്കില്ല, ഇതുവരെയുള്ള ചികിത്സയ്ക്കായിരിക്കും 77 ലക്ഷം അല്ലെ? അങ്ങനെയല്ലേ വരാൻ സാധ്യതയുള്ളൂ? അല്ല, 77 ലക്ഷമൊക്കെ ഇതിന് തന്നെ വരാം. കാരണം ഈ അമേരിക്കൻ ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത, അവർ അഡ്വാൻസ് ആയിട്ട് ഇതിന്റെ കോസ്റ്റ് വർക്കൗട്ട് ചെയ്യും, എന്നിട്ട് പെർമിഷന് വേണ്ടി അയച്ചു കൊടുക്കും. അത് നമുക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ ട്രീറ്റ്മെന്റ് സ്വീകരിക്കുള്ളൂ. ഇതിന് തന്നെ ആവാനാണ് സാധ്യത. 77 ലക്ഷം അമേരിക്കയിലെ ഒരു വലിയ എമൗണ്ട് അല്ലല്ലോ, നമുക്ക് വലിയ സംഖ്യയാണ്. പക്ഷേ ഇവിടുത്തെ ആരോഗ്യ മേഖല ഏറ്റവും മികച്ചതാണെന്ന് മുഖ്യമന്ത്രി വീണ ജോർജും ഒക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് കോട്ടയത്ത് ഇത് സംഭവിച്ചത്. ആരോഗ്യ മേഖല മികച്ചതാണെങ്കിൽ എന്തിനാണ് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്? അത് വല്ലാത്തൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ നേരിടേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ജനകീയ ആരോഗ്യം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവന് ലഭ്യമാകാത്ത ട്രീറ്റ്മെൻറ്റ് എന്തിനാണ് തൊഴിലാളി വർഗത്തിൻ്റെ നേതാവിന്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അത്? അത് അവനോ നേരിടേണ്ട ചോദ്യമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം പഠിക്കേണ്ടത് ഈ ജീവിതത്തിൻ്റെ ഒരു സംസ്കാരമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിപ്പിക്കുന്നുണ്ട് എല്ലാവരെയും. അതെന്താണ്? ഈ ഭൂമിയിൽ ഏറ്റവും പാവപ്പെട്ടവന് സാധ്യമായ ജീവിതം ഏതാണോ അതിനാണ് ലളിത ജീവിതം എന്ന് പറയാം. ഈ ഏറ്റവും പാവപ്പെട്ടവന് സാധ്യമായ ജീവിതം നമ്മൾ സ്വീകരിക്കുക, അതാണ് ജനകീയ മാതൃക. ഇവിടെ AP വർക്കി എന്ന് പറയുന്നൊരു സഖാവ് ഉണ്ടായിരുന്നില്ലേ? ഈ നമ്മൾ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് ലെനിൻ സെന്റർ, അവിടെ വർക്കി ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആകെ വേണ്ടത് അവിടെ ആ പുറം ചായ്പിൽ എവിടെയെങ്കിലും ഒരു മുറിയാണ്, കൊച്ചു മുറി, അത് മതി. ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കാൻ മറ്റൊരു സെറ്റ്, കൂടി വന്നാൽ രണ്ട് സെറ്റ് വസ്ത്രം. ജില്ലാ സെക്രട്ടറി ഏറ്റവും ചുരുങ്ങിയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, എറണാകുളം പോലെ ഈ കണ്ട വ്യവസായങ്ങൾ മുഴുവുള്ള ജില്ല, പക്ഷെ കരുത്തനായ ജില്ലാ സെക്രട്ടറി, ഏറ്റവും ശക്തനായ. എന്നും ആരാണോ മാതൃകാ ജീവിതം നയിച്ചത് അവനാണ് ശക്തൻ. അല്ലാതെ നമ്മൾ ഈ 80 വാഹനങ്ങളോടൊപ്പം അകമ്പടിയോടൊപ്പം പോയിട്ട് മനുഷ്യനെ പേടിപ്പിക്കുന്നവനല്ല. അല്ല, അപ്പോഴും ജനങ്ങളെ പേടിയാണ്. അതാണ് ഈ 80 അത് ജനങ്ങളെ പേടിയാണ്. ഈ വർക്കി ചേട്ടന് ഈ എറണാകുളം മാർക്കറ്റിൽ എവിടെ ഇറങ്ങി നടക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ, അദ്ദേഹം സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരായിരിക്കും. അവരുണ്ടാവുമല്ലോ. അപ്പം ഞാൻ പറയുന്നത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ഈ നാട്ടിലെ പാവപ്പെട്ടവനെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ യൂറോളജി എന്നൊക്കെ പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യർക്കുള്ള രോഗമാണ്. വൃക്ക രോഗമില്ലാത്ത, കിഡ്നിക്ക് രോഗമില്ലാത്ത മനുഷ്യർ കുറവാണ്. നമ്മുടെ ജീവിതാവസ്ഥ കൊണ്ടും ഈ ആരോഗ്യശീലങ്ങൾ കൊണ്ടും ഒക്കെ വന്നതാണെന്ന് പറയുന്നു. എങ്കിൽ പോലും ആ മനുഷ്യർക്ക് ചികിത്സ കൊടുക്കാനുള്ള, പ്രാഥമികമായ ചികിത്സ കൊടുക്കാനുള്ള യന്ത്ര സാമഗ്രികൾ ഇല്ലാത്തത് കൊണ്ട് കരള് പൊട്ടിത്തെറിച്ചാണ് അല്ലേ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇടതുപക്ഷക്കാരനാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്ഷേപിക്കാൻ തയ്യാറല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരല്ല, ആരോഗ്യമന്ത്രിക്കെതിരല്ല, പക്ഷെ ഇവരൊക്കെ ഭരിക്കുമ്പോഴും ബ്യൂറോക്രസി പാവപ്പെട്ടവന് ചികിത്സ തടയുന്നു എന്നല്ലേ ഹാരിസ് പറഞ്ഞത്. അങ്ങനെ ഒരു കാലത്താണ് മയോ ക്ലിനിക്കിലേക്ക് മുഖ്യമന്ത്രി പോകുന്നത്. ഒരു ചോദ്യം വളരെ പ്രധാനമാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദം വരെ എത്തിച്ച ഒരു പാർട്ടിയിലെ സാധാരണക്കാരായ സഖാവ്, ഒരു പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റിയിലെ മെമ്പർക്ക് ലഭ്യമല്ലാത്ത ചികിത്സ എനിക്കും വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്? അതിനേക്കാൾ വില എന്താണ് എന്താണ് ഇവരുടെ ഈക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം, മനുഷ്യത്വം എന്ന് പറയുന്നത്? പക്ഷേ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ല എന്നല്ലേ പറയുന്നത്? വലിയ ചോദ്യമല്ലേ. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഞാൻ സർക്കാർ സ്കൂളിലെ അധ്യാപകനായിരുന്നു ജീവിതകാലം മുഴുവൻ. എൻ്റെ വീട്ടിലെ എൻ്റെ അനിയൻ്റെ മക്കള് രാവിലെ ഈ സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ട് ഈ ബ്രോയിലർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അൺഎയ്ഡഡ് സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അത് വലിയ അന്തസ്സുള്ള കാര്യമാണ്. പറഞ്ഞയക്കുമ്പോൾ പറ്റില്ല, കാരണം എൻ്റെ ചുവപ്പും ചോറും ആരാണ്? ഈ പൊതുവിദ്യാലയമാണ്. അതുകൊണ്ട് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ എൻ്റെ നാട്ടിലെ LP സ്കൂളിൽ പഠിച്ചാൽ മതിയും തീരുമാനിക്കുന്നിടത്ത് ഒരു എത്തിക്സ് ഉണ്ടല്ലോ മനുഷ്യന്, മിനിമം. അത് ഇദ്ദേഹത്തിന് ബാധകമല്ലേ? നമ്മൾ ഉത്തരവാദപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ്. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ആശുപത്രികളെ നമുക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കാൻ പാടില്ല, കാരണം അതിനെന്തോ കുറവുണ്ട് എന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നു. എന്നാലോ എനിക്ക് കഞ്ഞി കുടിക്കാൻ ഇത് വേണം താനും. അല്ല, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കുറെ അധ്യാപകരെ മക്കളെ വേറെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. പിന്നീട്
സർക്കാർ തന്നെ പറഞ്ഞപ്പം കുറെ ആളുകൾ ഒന്ന് സർക്കാർ തീരുമാനം തിരുത്തി, കാരണം അവരെ ജോലിയെ തന്നെ ബാധിക്കുന്നുള്ളൊരു തീർച്ചയായിട്ടും ജനങ്ങൾ ഇടപെടാൻ തുടങ്ങി. സർക്കാർ മാത്രമല്ല, കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ അവരുടെ ജോലി ബാധിക്കുന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ ആ അവസ്ഥയിൽ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ എന്ത് പുരോഗതിയാണ് പിന്നെ ഉണ്ടാക്കുന്നത്? നമ്മളിപ്പോൾ IIM, നമ്മൾ അല്ലേ എയിംസ് സ്ഥാപിക്കണം നമ്മൾ പറയുന്നു. നമ്മുടെ കയ്യിലുള്ള മെഡിക്കൽ കോളേജുകളിൽ പാവപ്പെട്ടവന് ചികിത്സ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ഡെവലപ്മെൻ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ആരോഗ്യരംഗത്ത് സാധാരണക്കാർക്ക് വിദഗ്ധ ചികിത്സ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നത്? എനിക്ക് പോലും അർഹിക്കുന്ന ചികിത്സ തരാൻ എൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള ഒരു മുഖ്യമന്ത്രിക്ക് ചികിത്സ കൊടുക്കാൻ അതേ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജിന് സാധ്യമല്ലെങ്കിൽ എൻ്റെ ജീവനും കൊണ്ട് ഞാൻ അമേരിക്കയിലേക്ക് പോകേണ്ടി വരുമ്പോൾ, പറക്കേണ്ടി വരുമ്പോൾ ആരാണ് പരാജയം? ഒരു ഗവൺമെന്റ് അല്ലേ പരാജയം? ഒരു മുഖ്യമന്ത്രി ഏറ്റുപറയുന്ന പരാജയമാണല്ലോ ഈ യാത്ര. അതെ, അങ്ങനെ പറയണ്ടേ? അങ്ങനെ വിശ്വസിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ കേരളം തയ്യാറാവേണ്ടതുണ്ട്. പക്ഷെ പിണറായിയെ ഭയന്ന് കൂടെ ഉള്ളവർ പോലും വാ അനക്കില്ലല്ലോ മാഷേ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണു, ഒരാൾ മരിച്ചു, ഇന്നോ നാളെയോ ഒരു അന്തി ചർച്ചകൾ, കുറെ ബൈറ്റുകൾ എടുക്കുന്നു, കുറെ ഷോ ഓഫുകളൊക്കെ കാണിക്കുന്നു, തീർന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പോഴും വീണ ജോർജും മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ഒരു രോഗം വന്നാൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ വിശ്വസിക്കാതെ അവർ മറ്റു രാജ്യങ്ങളിൽ പോയി ചികിത്സിക്കുക. അപ്പൊ പാവപ്പെട്ടവന് എന്തും കൊടുക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഹൈ ക്വാളിറ്റി വേണം എന്നുള്ളതല്ലേ? പാവപ്പെട്ടവന് ക്വാളിറ്റി കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഞാൻ ഈ പാവപ്പെട്ടവന് കൊടുക്കുന്നതിൽ എനിക്ക് വിശ്വാസമില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു ഹോട്ടൽ മുതലാളി ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കുള്ള ഹോട്ടലാണ്. പക്ഷേ സമയത്തിന് ഒരു ഓട്ടോറിക്ഷയിൽ അയാളുടെ വീട്ടിലെ ഒരു വേലക്കാരൻ വലിയൊരു ടിഫിൻ നിറയെ ഫുഡുമായിട്ട് വരും. മുതലാളിക്കുള്ള ഭക്ഷണം അത് ഇപ്പോഴും ഉണ്ട്, പല ഹോട്ടലുകളും ഉണ്ടല്ലേ? അതിന്റെ അർത്ഥം എന്താ? ഇത് തന്നെയല്ലേ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോകും. ഇത് തന്നെ നടക്കുന്നത്. അപ്പൊ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. പിന്നെ ഇതെന്തുകൊണ്ട് തീരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇതൊക്കെ കാവലിരിക്കേണ്ട എല്ലാ സ്ഥാപനങ്ങളും ഇതിന്റെ ഗുണഭോക്താക്കളാണ്, പ്രത്യേകിച്ച് ഭരണകൂടത്തിന്. ഈ പിണറായി വിജയനെ കുറിച്ച് VS അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്ത് നമ്മുടെ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അതേ പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോൾ എല്ലാവർക്കും ഇദ്ദേഹത്തെ വാഴ്ത്താൻ തുടങ്ങി. ആരാണ് മാറിയത്? പിണറായി വിജയൻ മാറിയിട്ടില്ല, മാധ്യമങ്ങളാണ് മാറിയത്, അവരുടെ താല്പര്യങ്ങളാണ് മാറിയത്. പിന്നെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ സംശുദ്ധന്മാരുടെ ലോകത്തല്ല ജീവിക്കുന്നത്. ദ മോസ്റ്റ് കറപ്റ്റ് ഡെമോക്രാറ്റിക് എലമെന്റ് ഈസ് മീഡിയ ആണ്. ഏറ്റവും അഴിമതി ബാധിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, നിലമ്പൂർ ഇലക്ഷനിൽ അവിടുത്തെ ഒരു കുപ്രസിദ്ധനായ സ്ഥാനാർത്ഥി എന്നോട് തുറന്നു പറഞ്ഞതാണ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ പ്രധാനപ്പെട്ട മീഡിയയിലൊക്കെ ഒരാളെങ്കിലും എൻ്റെ ശമ്പളക്കാരനാണ്, എൻ്റെ മാസപ്പടിക്കാരനാണ് നമുക്ക് പറയുന്നത്. ആണിക്കണം, ലജ്ജിക്കണം നമ്മുടെ മാധ്യമരംഗം. അവരാണ് പ്രതികൾ. അതുകൊണ്ട് അവരിതൊന്നും മിണ്ടൂല. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഒരു ബിന്ദുവിൻ്റെ മരണം, അതിൻ്റെ കണ്ണീര് ഒരു ദിവസം ഒപ്പിയെടുക്കും, തീർന്നു. ഹാരിസിനെയും കൊണ്ട് 4 ദിവസം നടക്കും, തീർന്നു. ഇതിൻ്റെയൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവൻ ഇതിലൊന്നും വിശ്വാസമില്ലാതെ അമേരിക്കയിലേക്ക് പറക്കും. അവനെ വാഴ്ത്തിക്കൊണ്ട് പുതിയ സ്റ്റോറി ചെയ്തു. മുഖ്യമന്ത്രിയുടെ യാത്ര, മുഖ്യമന്ത്രിയുടെ പളപളപ്പ്, മുഖ്യമന്ത്രിയുടെ ചികിത്സ, അതിന് കൊടുക്കുന്ന 77 ലക്ഷം പോലും വലിയ അലങ്കാരത്തിൻ്റെ മാലയായിട്ടാണ് വിട്ടുകൊടുക്കുന്നത്. ഇതാണ് സ്ഥിതി. ഇതിനെ ഹോപ്പ്ലെസ് ആണ് കേരളത്തിൻ്റെ ഈ സാമൂഹ്യ സ്ഥിതി.